നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിക്ടോറിയ കോളേജിന് കിഫ്ബിയുടെ 15.79 കോടിയുടെ അക്കാദമിക് സമുച്ചയം 7-ന് വിദ്യാഭ്യാസ മന്ത്രി നാടിന് സമർപ്പിക്കും. ശമ്പളവും പെൻഷനും തടസ്സപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാർ നിലപാടുകൾക്കെതിരെ പ്രതിഷേധം ശക്തമാക്കി ജീവനക്കാരുടെ കരിദിനം. റേഷൻ കടകളുടെ സമയം പുനഃക്രമീകരിച്ചു. പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കഞ്ചാവ് പിടികൂടി. വാർത്തകൾ വിശദമായി. നൂറ്റാണ്ടിന്റെ സാക്ഷിയായ വിക്ടോറിയ കോളേജിന് തിലകക്കുറിയായി പുതിയ അക്കാദമിക് സമുച്ചയവും ലേണിംഗ് സെന്ററും. ഗവൺമെൻറ് വിക്ടോറിയ കോളേജിൽ കിഫ്ബി ധനസഹായത്തോടുകൂടി പുതുതായി നിർമ്മിച്ച അക്കാദമിക് ബ്ലോക്കിൻ്റെ ഉദ്ഘാടനം ഈ വരുന്ന വ്യാഴാഴ്ച മാർച്ച് 7-ാം തീയതി ഉച്ചയ്ക്ക് 1:30 ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീമതി ഡോക്ടർ ആർ ബിന്ദു നിർവഹിക്കുന്നതാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം ബി രാജേഷ് 15.79 കോടി ചിലവിട്ട് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പുതിയ മന്ദിരങ്ങൾ യാഥാർത്ഥ്യമാക്കിയത്. ഇതിൽ അക്കാദമിക് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം മാർച്ച് 7-ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിക്കും. തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ് അധ്യക്ഷത വഹിക്കും. പി ശ്രീകണ്ഠൻ MP, MLA-മാരായ ഷാഫി പറമ്പിൽ, എ പ്രഭാകരൻ, ശാന്തകുമാരി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ, ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര, നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ തുടങ്ങിയവർ പങ്കെടുക്കും. 7-ന് ഉച്ചയ്ക്ക് 1:30 ഉദ്ഘാടന ചടങ്ങ്. 3 നിലകളിലായി 40,000 സ്ക്വയർ ഫീറ്റ് വരുന്നതാണ് അക്കാദമിക് സമുച്ചയം. ആധുനിക സൗകര്യങ്ങളോടെ ഒരുക്കിയിരിക്കുന്ന 22 ക്ലാസ് മുറികളും 3 ലാബുകളുമുണ്ട്. ഇക്കണോമിക്സ്, ഹിസ്റ്ററി, കമ്പ്യൂട്ടർ സയൻസ്, മാത്തമാറ്റിക്സ് തുടങ്ങിയ ഡിപ്പാർട്ട്മെന്റുകളാണ് പുതിയ മന്ദിരത്തിൽ പ്രവർത്തിക്കുക. കമ്പ്യൂട്ടർ ലാബുകളും റിസർച്ച് റൂമുകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകമായി ഓരോ മുറിയിലും വാഷ്റൂം സൗകര്യങ്ങൾ സജ്ജമാണ്. ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് ഉപയോഗിക്കാൻ റാമ്പും പ്രത്യേക സൗകര്യങ്ങളുമുണ്ട്. വാഷ്റൂമുകളും ഒരുക്കിയിട്ടുണ്ട്. 1.25 നൂറ്റാണ്ടിലേറെ ചരിത്രമുള്ള വിക്ടോറിയ കോളേജ് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രമാണ്. പ്രശസ്തരായ സാഹിത്യകാരന്മാരായ OB വിജയനും MTയും കമ്മ്യൂണിസ്റ്റ് ആചാര്യനും ആദ്യ സംസ്ഥാന മുഖ്യമന്ത്രിയുമായ EMS O രാജഗോപാൽ, TN ശേഷൻ അടക്കമുള്ള പ്രഗത്ഭരായ ഭരണകർത്താക്കളും വിക്ടോറിയയിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. കായിക കലാ സാംസ്കാരിക രംഗത്ത് വിക്ടോറിയയുടെ സംഭാവനകൾ ചരിത്രത്തിന്റെ ഭാഗമാണ്. ഈ വർഷം അർജുന അവാർഡ് നൽകി രാജ്യം ആദരിച്ച കായിക താരം മുരളി ശ്രീശങ്കർ അടക്കം ഒട്ടേറെ പ്രതിഭകൾ വിക്ടോറിയയുടെ സംഭാവനകളാണ്. ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രിമാർക്കും MLA-മാർക്കും പുറമെ മുൻ MP NN കൃഷ്ണദാസ്, EN സുരേഷ് ബാബു, മുൻ MLA TK നൌഷാദ്, അഡ്വക്കേറ്റ് CP പ്രമോദ്, P ബാലഗോപാൽ, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സിന്ധു, T ബൃന്ദ, PTA പ്രസിഡന്റ് R വിജയൻ, PM ശ്രീവത്സൻ, ഡോക്ടർ റീന മേരി, ഡോക്ടർ AR രശ്മി, കോളേജ് യൂണിയൻ ചെയർമാൻ CT അൻഷാദ് റഹ്മാൻ, ആർട്സ് ക്ലബ് സെക്രട്ടറി M അനുപമ, ജില്ലാ യൂണിറ്റ് കോർഡിനേറ്റർ KC റിയാസുദ്ദീൻ, നഗരസഭാ കൗൺസിലർ P ബാബു എന്നിവർ ആശംസകൾ അർപ്പിക്കും. ഭരണഘടനയുടെ ആമുഖം മാഗസിൻ എഡിറ്റർ അഗ്നി ആഷിഖ് വായിക്കുന്നതോടെയാണ് ചടങ്ങുകൾ ആരംഭിക്കുക. കോളേജ് യൂണിയൻ വൈസ് ചെയർപേഴ്സൺ നാദിയ N അഹമ്മദ് പ്രതിജ്ഞ ചൊല്ലും. കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ C ബാബുരാജ് സ്വാഗതവും സംസ്ഥാന സമിതി കൺവീനർ ഡോക്ടർ സുനിത AP നന്ദിയും പ്രകാശിപ്പിക്കും. ഉദ്ഘാടന ചടങ്ങിന് ശേഷം കോളേജ് വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികളും അരങ്ങേറും. ശമ്പളവും പെൻഷനും തടസ്സപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാർ നിലപാടുകൾക്കെതിരെ ജീവനക്കാർ കരിദിനം ആചരിച്ചു. ശമ്പളവും പെൻഷനും തടസ്സപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാർ ശ്രമം ഉപേക്ഷിക്കുക, കേരളത്തിന് അർഹതപ്പെട്ട സാമ്പത്തിക വിഹിതം നിഷേധിക്കുന്ന കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു കരിദിനം. ആക്ഷൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് അധ്യാപക സർവീസ് സംഘടന സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന കരിദിനാചരണത്തിൽ 100 കണക്കിന് ജീവനക്കാർ അണിനിരന്നു. പാലക്കാട് സിവിൽ സ്റ്റേഷനിൽ നടന്ന കരിദിനാചരണം KGOA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ MA നാസർ ഉദ്ഘാടനം ചെയ്തു. വിവിധ സംഘടനാ നേതാക്കൾ സംസാരിച്ചു. റേഷൻ കടകളുടെ സമയം പുനഃക്രമീകരിച്ചു. 7 ജില്ലകളിൽ രാവിലെയും 7 ജില്ലകളിൽ വൈകിട്ടുമാണ് പ്രവർത്തിക്കുക. ഇന്ന് മുതൽ ശനിയാഴ്ച വരെയാണ് ക്രമീകരണം. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ചൊവ്വ, വ്യാഴം ദിവസങ്ങളിൽ രാവിലെയും ബുധൻ, ശനി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷവും പ്രവർത്തിക്കും. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിൽ ബുധൻ, ശനി ദിവസങ്ങളിൽ രാവിലെയും ചൊവ്വ, വ്യാഴം ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷവുമാണ് തുറന്നു പ്രവർത്തിക്കുക.
മസ്റ്ററിംഗ് നടക്കുന്നതിനാൽ സെർവറിൽ തിരക്ക് അനുഭവപ്പെടുന്നത് ഒഴിവാക്കാനാണ് ക്രമീകരണം. മസ്റ്ററിംഗും റേഷൻ വിതരണവും ഒരേ സമയം നടക്കുന്നത് സാങ്കേതിക പ്രശ്നമുണ്ടാക്കുമെന്ന് വിലയിരുത്തിയിരുന്നു. മസ്റ്ററിംഗ് നടക്കുന്നതിനാൽ സെർവർ ഓവർലോഡ് ഒഴിവാക്കുന്നതിനും റേഷൻ വിതരണം ത്വരിതപ്പെടുത്തുന്നതിനുമാണ് പുതിയ ക്രമീകരണമെന്ന് അധികൃതർ അറിയിച്ചു. ശിവരാത്രി ദിനമായ മാർച്ച് 8 റേഷൻ കടകൾക്ക് അവധിയായിരിക്കും. പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 6.9 കിലോ കഞ്ചാവ് പിടികൂടി. റെയിൽവേ സംരക്ഷണ സേനയുടെ പാലക്കാട് കുറ്റാന്വേഷണ വിഭാഗവും പാലക്കാട് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് നർക്കോട്ടിക് സെൽ സ്ക്വാഡും പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ സംയുക്തമായ പരിശോധന നടത്തുവരുന്നതിനിടയിലാണ് കഞ്ചാവ് പിടികൂടിയത്. രാവിലെ 10 മണിക്ക് എത്തിച്ചേർന്ന ധൻബാദ് ആലപ്പുഴ എക്സ്പ്രസ് കടന്നുപോയതിനു ശേഷം സ്റ്റേഷന്റെ 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലുള്ള ശൗചാലയത്തിനു സമീപത്തുള്ള യാത്രക്കാരുടെ ഇരിപ്പിടത്തിനടിയിലായി സംശയാസ്പദമായ രീതിയിൽ കണ്ട ഉടമസ്ഥനില്ലാത്ത ഒരു ബാഗിൽ നിന്നുമാണ് 6.9 കിലോഗ്രാം കഞ്ചാവ് കണ്ടെത്തിയത്. തുടർന്ന് പാലക്കാട് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് ഇൻസ്പെക്ടർ കഞ്ചാവ് കണ്ടുകെട്ടുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. കണ്ടെടുത്ത കഞ്ചാവിന് വിപണിയിൽ 3 ലക്ഷത്തിലധികം രൂപ വില വരും. കഞ്ചാവ് കൊണ്ടുവന്നവരെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കിയതായി എക്സൈസ് RPF വൃത്തങ്ങൾ അറിയിച്ചു. RPF കുറ്റാന്വേഷണ വിഭാഗം പാലക്കാട് സർക്കിൾ ഇൻസ്പെക്ടർ കേശവദാസ്, പാലക്കാട് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് ഇൻസ്പെക്ടർ A. ജിജി പോൾ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ RPF കുറ്റാന്വേഷണ വിഭാഗം SI മാരായ ദീപക് AP അജിത് അശോക്, PT ബാലസുബ്രഹ്മണ്യൻ, ഹെഡ് കോൺസ്റ്റബിൾ A. അശോക്, കോൺസ്റ്റബിൾ അബ്ദുൾ സത്താർ, എക്സൈസ് പ്രിവന്റീവ് ഓഫീസർമാരായ ശ്രീജിത്ത്, രതീഷ്, സിവിൽ എക്സൈസ് ഓഫീസർ പ്രസാദ്, എക്സൈസ് ഡ്രൈവർ ബിനീഷ് എന്നിവരുമുണ്ടായിരുന്നു. കഴിഞ്ഞ 5 വർഷക്കാലം ആലത്തൂരിലെ ജനങ്ങൾക്കൊപ്പം അവരിൽ ഒരാളായി താനുമുണ്ടായിരുന്നുവെന്ന് രമ്യ ഹരിദാസ് MP. കേരളത്തിന്റെ വിശിഷ്യ ആലത്തൂരിന്റെ പ്രശ്നങ്ങൾ രാജ്യത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ പാർലമെന്റിൽ 50-ലധികം തവണ സംസാരിച്ചിട്ടുണ്ട്. മണ്ഡലവുമായും കേരളവുമായും ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ 300ഓളം ചോദ്യങ്ങളായി ഉയർത്തിയിട്ടുണ്ട്. വനിതാ ബില്ലും ബജറ്റ് ചർച്ചയിലും അടക്കം നിർണായക ചർച്ചകളിൽ പൊതുജനം ആഗ്രഹിച്ച നിലപാട് പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ധാർഷ്ട്യത്തിനും ധിക്കാരത്തിനും എതിരായി പാർലമെന്റിനകത്ത് ശബ്ദം ഉയർത്തിയിട്ടുണ്ട്, പ്രതിഷേധിച്ചിട്ടുണ്ട്. നീതീകരിക്കാൻ കഴിയാത്ത സസ്പെൻഷൻ വരെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതെല്ലാം രാജ്യത്തെ സാധാരണക്കാർക്ക് വേണ്ടിയായിരുന്നു എന്നതിൽ അഭിമാനവുമുണ്ടെന്നും രമ്യ ഹരിദാസ് ഫേസ്ബുക്കിൽ കുറിക്കുന്നു. ആലത്തൂരിലെ ജനം എന്നിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിർവഹിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. നീതി പുലർത്തിയെന്ന് തന്നെയാണ് വിശ്വാസം. തുടക്കക്കാരിയായതിന്റെ പരിചയക്കുറവുകൾ സ്വാഭാവികമാണ്. ചൂണ്ടിക്കാണിക്കപ്പെട്ട പാളിച്ചകൾ തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. 5 വർഷക്കാലത്തെ പ്രവർത്തനങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ആലത്തൂരിന്റെ വികസന കുതിപ്പിൽ മുഖ്യ പങ്ക് വഹിക്കാൻ കഴിഞ്ഞതിൽ ചാരിതാർത്ഥ്യമുണ്ട്. അവഗണിക്കപ്പെട്ട് കിടന്നിരുന്ന ഒരു പ്രദേശത്ത് ഇത്രയധികം തുക വകയിരുത്തി വികസന പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചു എന്നത് തന്നെ അഭിമാനിക്കാൻ വക നൽകുന്നുവെന്നും രമ്യ ഹരിദാസ് ഫേസ്ബുക്കിൽ കുറിച്ചു. കുടുംബശ്രീ പ്രീമിയം കഫേ തുടങ്ങാൻ താൽപര്യപത്രം ക്ഷണിച്ചു. പാലക്കാട് ജില്ലയിൽ കുടുംബശ്രീ പ്രീമിയം കഫേ ആരംഭിക്കുന്നതിന് താൽപര്യമുള്ള കുടുംബശ്രീ അംഗങ്ങൾ, കുടുംബാംഗങ്ങൾ, ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾ എന്നിവരിൽ നിന്നും താൽപര്യപത്രം ക്ഷണിച്ചു. കുടുംബശ്രീ നിഷ്കർഷിച്ചിട്ടുള്ള മാതൃകയിൽ മാർച്ച് 7 വൈകിട്ട് 5 കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ, സിവിൽ സ്റ്റേഷൻ, പാലക്കാട് 678-001 എന്ന വിലാസത്തിൽ നൽകണമെന്ന് ജില്ലാ മിഷൻ കോർഡിനേറ്റർ അറിയിച്ചു. കൂടുതൽ വാർത്തകളിലേക്ക് വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം. ട്രിനിറ്റി മിനുങ്ങുന്നു, പാലക്കാട് മിന്നുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ നവീകരിച്ച മെഗാ ഷോറൂം പാലക്കാട് ഫെബ്രുവരി 28 ബുധനാഴ്ച രാവിലെ 10:30 ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഉദ്ഘാടന വേളയിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നിരവധി സമ്മാനങ്ങളും ഓഫറുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. 1% മാത്രം മുടക്കി അഡ്വാൻസ് ബുക്കിംഗ്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഫാക്ടറി വിലയ്ക്ക് പുറമെ 50% ഡിസ്കൗണ്ട്. എല്ലാ പർച്ചേസിലും ഉറപ്പായ സമ്മാനങ്ങൾ. ട്രിനിറ്റി ഗോൾഡ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, കോയമ്പത്തൂർ റോഡ്, പാലക്കാട്. അപ്പോൾ ഫെബ്രുവരി 28 പാലക്കാട് ട്രിനിറ്റിയിൽ കാണാം. ഏവർക്കും സ്വാഗതം. അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ, ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം? 45, 60, 120, 25. വെറും 25. ക്യൂട്ടിക്ക് ഇപ്പോഴും 25ന്റെ ചെറുപ്പം. ഇത്തിരി ക്യൂട്ടി, ഒത്തിരി ബ്യൂട്ടി. വാർത്തകൾ തുടരുന്നു. എരുത്തേമ്പതി ഗ്രാമപഞ്ചായത്തിൽ 287.1 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. കോവിൽപ്പാറ താവളം റോഡ് 1ാം ഘട്ട പൂർത്തീകരണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വണ്ണാമട ഭഗവതി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിനായി 1 കോടി രൂപ അനുവദിച്ചു. ഇതിൽ 50 ലക്ഷം രൂപ ചെലവിൽ 1ാം ഘട്ട നിർമ്മാണം പൂർത്തീകരിച്ചു. സ്കൂളിലേക്ക് 15 ലക്ഷം രൂപ ചെലവിൽ മിനി ബസ് വാങ്ങിയെന്നും മന്ത്രി പറഞ്ഞു.
50 ലക്ഷം രൂപ ചെലവിൽ മുങ്കിൽമട വാട്ടർ പ്ലാന്റിന്റെയും ഫിൽട്ടർ പ്ലാന്റിന്റെയും നിർമ്മാണം പൂർത്തീകരിച്ചു. 4.15 ലക്ഷം രൂപയിൽ വില്ലൂന്നി കുടിവെള്ള പദ്ധതി പൂർത്തിയാക്കി. പഞ്ചായത്തിലെ വിവിധ പരമ്പരാഗത കനാലുകളുടെ നവീകരണവും പൂർത്തിയാക്കി. സോളാർ പ്ലാന്റുകൾ, സ്വയം തൊഴിൽ സംഘങ്ങൾ തുടങ്ങിയവയിലൂടെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികൾ ജനങ്ങൾ ആസൂത്രണം ചെയ്യണമെന്നും അതിനുവേണ്ട സഹായം സർക്കാർ ചെയ്യുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പരിപാടിയിൽ എരുത്തേമ്പതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പ്രിയദർശിനി അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് RC സമ്പത് കുമാർ, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വസന്ത, രമേഷ് കുമാർ, വാർഡ് മെമ്പർമാരായ S ശെൽവർ, കുമാരസ്വാമി, സജിനി ബാബു, കവിത, മഹാലിംഗം, കുമാർ, മാർട്ടിൻ, ആന്റണി, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ബാഹുലയൻ എന്നിവർ പങ്കെടുത്തു. വാഹനാപകടത്തിൽ പരിക്കുപറ്റി വയോധികൻ മരിച്ച കേസിൽ നിർത്താതെ പോയ വാഹനവും പ്രതികളെയും മണ്ണാർക്കാട് പോലീസ് പിടികൂടി. ബൈക്ക് ഓടിച്ചിരുന്ന പുലാപ്പറ്റ കോണിക്കഴി പാട്ടക്കൽ അറാഫത്ത്, കൂടെ യാത്ര ചെയ്തിരുന്ന പുലാപ്പറ്റ കോണിക്കഴി താലിക്കുഴി ഷറഫുദ്ദീൻ എന്നിവരെ മണ്ണാർക്കാട് ഇൻസ്പെക്ടർ ER ബൈജുവിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് അറസ്റ്റ് ചെയ്തത്. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സെയ്തലവി മാനുക്ക മരണപ്പെട്ട കേസിലാണ് രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഫെബ്രുവരി 23 വൈകുന്നേരം മണ്ണാർക്കാട് നൊട്ടമല വെച്ച് റോഡ് ക്രോസ് ചെയ്യുകയായിരുന്ന സെയ്തലവിയെ മണ്ണാർക്കാട് ഭാഗത്തു നിന്നും വരുന്ന മോട്ടോർ സൈക്കിൾ ഇടിച്ച് നിർത്താതെ പോവുകയായിരുന്നു. കനാൽ വെള്ളവും വേനൽ മഴയുമില്ല. ചിറ്റൂർ, പാലക്കാട്, ആലത്തൂർ താലൂക്കുകളിൽ 500 ഏക്കർ കൃഷി നശിച്ചു. ജലസേചനത്തിന് കനാൽ വെള്ളം ആവശ്യത്തിന് കിട്ടാതെ വരികയും വേനൽ മഴ പെയ്യാതിരിക്കുകയും ചെയ്തതോടെ 500 ഏക്കർ നെൽകൃഷി ഉണങ്ങി. ചിറ്റൂർ താലൂക്കിൽ 300 ഏക്കറിലും ആലത്തൂർ, പാലക്കാട് താലൂക്കുകളിൽ 100 ഏക്കർ വീതവുമാണ് കൃഷി ഉണങ്ങിയത്. പെരുവമ്പ്, വെങ്ങന്നൂർ, പെരിങ്ങോട്ടുകുറിശി, തരൂർ, കോട്ടായി, കണ്ണന്നൂർ, പിരായിരി, മങ്കര, എലവഞ്ചേരി, പല്ലശ്ശന, കൊല്ലങ്ങോട്, മുതലമട, വടവന്നൂർ, പുതുനഗരം, പെരുവമ്പ്, കൊടുവായൂർ, വടവന്നൂർ, കൊഴിഞ്ഞാമ്പാറ, വടകരപ്പതി, പെരുമാട്ടി, പട്ടഞ്ചേരി പ്രദേശങ്ങളിലാണ് നെൽകൃഷി നശിച്ചത്. പാലക്കാട്, ആലത്തൂർ താലൂക്കുകളിൽ കൊയ്ത്ത് പുരോഗമിക്കുന്നതിനാൽ കൃഷിനാശം കുറവാണ്. ചിറ്റൂർ താലൂക്കിൽ നെല്ല് കതിരണിഞ്ഞ് പാകമായി വരുന്ന സമയമാണ്. കൂടുതൽ കൃഷിനാശം ഇതിനിടെയാണ് ഉണ്ടായത്. വേനൽ ശക്തമാകുന്നതിനാൽ കൂടുതൽ പ്രദേശങ്ങളിൽ ഉണക്കുഭീഷണി നിലനിൽക്കുകയാണ്. KSRTC ബസ്സിൽ പരിഭ്രാന്തി പടർത്തി പുക. KSRTC ബസ്സിൽ നിന്ന് പുക ഉയർന്നത് പരിഭ്രാന്തി പടർത്തി. ഗുരുവായൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് വരികയായിരുന്ന ബസ്സിലാണ് എഞ്ചിന്റെ ഭാഗത്ത് പുകയുയർന്നത്. പാലക്കാട് ചക്കാന്തറ പള്ളിക്ക് സമീപത്ത് വെച്ചായിരുന്നു സംഭവം. ബസ് ജീവനക്കാർ ഉടൻ യാത്രക്കാരെ ഇറക്കി മറ്റൊരു ബസ്സിൽ കയറ്റിവിട്ടു. ജീവനക്കാർ തന്നെയാണ് തീയണച്ചത്. മറ്റു വാർത്തകളിലേക്ക് വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. കുറയോ 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 കുറയുമോ കുറയുമോ കുറയോ കുറയോ കുറയുമോ കുറയോ കുറയോ കുറയുമോ കുറയുമോ കുറഞ്ഞല്ലോ. പാലക്കാട് പണിക്കൂലി. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. ട്രിനിറ്റി ഗോൾഡ്, നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, പാലക്കാട്. ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട്. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. സ്വർണ്ണായിരിക്കും. അതെ, പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടു കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്തകൾ തുടരുന്നു. കോരയാർ പുഴയെ വീണ്ടെടുക്കാനും നവീകരണത്തിനും സർക്കാർ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനിടെ കോരയാർ പുഴയെ കയ്യേറി അനധികൃത നിർമ്മാണം. വിവിധ വകുപ്പുകളിലെ ചില സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ കോരയാർ കയ്യേറ്റത്തിനും നാശത്തിനും വഴിയൊരുക്കാൻ കൂട്ടുനിൽക്കുന്നുവെന്നാണ് പരാതി. സത്രപ്പടിയിൽ കോരയാർ 1-ാം പുഴ പാലത്തിന് സമീപം ഭൂമാഫിയകൾ പുഴയോരം കയ്യേറി മണ്ണ് തള്ളി ദിവസങ്ങളായിട്ടും ബന്ധപ്പെട്ടവരാരും വിഷയത്തിൽ ഇടപെട്ടില്ല. പുഴ കയ്യേറ്റം വരൾച്ചയ്ക്കും വലിയ പരിസ്ഥിതി പ്രശ്നങ്ങൾക്കും വഴിയൊരുക്കുന്നുവെന്നാണ് സർക്കാരിന്റെ പഠന റിപ്പോർട്ട്. കിഴക്കൻ മേഖലയിലെ 6 പഞ്ചായത്തുകളിലെ കൃഷിയിടങ്ങളിലേക്കുള്ള വെള്ളം എത്തിക്കുന്നത് കോരയാർ പുഴയാണ്. ഒട്ടേറെ ശുദ്ധജല പദ്ധതികളും പുഴയെ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പുഴയെ നവീകരിക്കാനും വീണ്ടെടുക്കാനും സർക്കാർ സമഗ്ര പദ്ധതി നടപ്പാക്കാൻ തീരുമാനിക്കുകയും വിദഗ്ധ സംഘം സ്ഥലം സന്ദർശിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് പദ്ധതികളെല്ലാം തകിടം മറിക്കുന്ന വിധത്തിൽ പുഴ കയ്യേറി ഭൂമാഫിയകൾ
അനധികൃത നിർമ്മാണം നടത്തിവരുന്നത്. മികച്ച സേവനത്തിന് സബ് കളക്ടറുടെ അനുമോദനം. ഒറ്റപ്പാലം താലൂക്ക് ഓഫീസിലെ ഡെപ്യൂട്ടി തഹസിൽദാറായ എം ശ്രീനിവാസനാണ് മികച്ച സേവനത്തിന് സബ് കളക്ടർ ഡി ധർമ്മലശ്രീയുടെ അനുമോദന പത്രം ലഭിച്ചത്. അനധികൃത കടത്തുകൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ച സേവന മികവിനാണ് അംഗീകാരം. കഴിഞ്ഞ 27 വർഷമായി അദ്ദേഹം റവന്യൂ വകുപ്പിൽ പ്രവർത്തിച്ചു വരികയാണ്. ഡെപ്യൂട്ടി തഹസിൽദാരായി ഒറ്റപ്പാലം, പാലക്കാട്, മണ്ണാർക്കാട്, നിലമ്പൂർ താലൂക്ക് ഓഫീസുകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. നിലവിൽ പാലക്കാട് ജില്ലയിലെ കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പദ്ധതികളുടെ ഭൂമി ഏറ്റെടുക്കുന്ന തഹസിൽദാരായി പ്രവർത്തിച്ചു വരികയാണ്. MLAക്ക് കത്തുകൾ എഴുതിയ വിദ്യാർത്ഥികൾ. ഭാഷാ ദിനാചരണത്തിന്റെ സമാപനമായ തിരുവിഴാംകുന്ന് CPAUP സ്കൂളിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ് യൂണിറ്റിന്റെയും ഭാഷാ ക്ലബിന്റെയും ആഭിമുഖ്യത്തിലാണ് വിദ്യാർത്ഥികൾ മണ്ണാർക്കാട് MLA M ഷംസുദ്ദീനെ കത്തുകൾ എഴുതിയത്. നമ്മുടെ നാട്ടിൽ കുട്ടികളുടെ മുങ്ങിമരണങ്ങൾ നിത്യസംഭവമായ സാഹചര്യത്തിൽ കുട്ടികളെ താഴ്ന്ന ക്ലാസ്സിൽ നിന്നു തന്നെ നീന്തൽ പഠിപ്പിക്കാനുള്ള സംവിധാനം പഞ്ചായത്തിൽ വേണമെന്ന് ആവശ്യപ്പെട്ടാണ് വിദ്യാർത്ഥികൾ ഷംസുദ്ദീനെ കത്തെഴുതിയത്. വിദ്യാലയത്തിൽ വെച്ച് നടന്ന ജീവൻ രക്ഷാ പദ്ധതി സീനിയർ അസിസ്റ്റന്റ് K പ്രമീള ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ CP ഷിഹാബുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. വിദ്യാർത്ഥികൾ എഴുതിയ കത്തുകൾ സമീപത്തെ പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. 60-ലധികം വിദ്യാർത്ഥികളാണ് ജീവൻ രക്ഷാ പദ്ധതിയിൽ പങ്കാളികളായത്. ആദ്യമായിട്ടാണ് ഇത്തരമൊരു പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് സ്ഥലം MLAക്ക് കുട്ടികൾ കത്തുകൾ എഴുതുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിഷേധാത്മക നിലപാടുകൾക്കെതിരെ റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി റേഷൻ കടകൾ അടച്ചിട്ട് പ്രതിഷേധിക്കുന്നു. 7-ന് സംസ്ഥാന വ്യാപകമായി റേഷൻ കടകൾ അടച്ചിട്ട് ജില്ലാ സംസ്ഥാന തലത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തുവാനാണ് തീരുമാനം. ക്ഷേമനിധിയിൽ സർക്കാർ വിഹിതം ഉറപ്പാക്കുക, ബോർഡുകളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്തുന്നതിന് ആവശ്യമായ കർമ്മ പദ്ധതികൾ നടപ്പാക്കി ക്ഷേമനിധി സംരക്ഷിക്കുക, ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. വാർത്താ സമ്മേളനത്തിൽ നേതാക്കളായ ജോണി നെല്ലൂർ, കാടാമ്പുഴ മൂസ, T മുഹമ്മദ് അലി, N ഷിജീർ, സിബി ഷാജികുമാർ എന്നിവർ പങ്കെടുത്തു. ഒരിടവേള കൂടി. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനു ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചു. ആഭരണ ഫാക്ടറിയോ? എവിടെ? ഇവിടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ, പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? ആ അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്? കൊള്ളാലേ? ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, പാലക്കാട്. പൊതുമരാമത്ത് വകുപ്പും ശുദ്ധജല അതോറിറ്റിയും തമ്മിലുള്ള തർക്കം കാരണം പോത്തുണ്ടി ഡാം സമഗ്ര ശുദ്ധജല വിതരണ പദ്ധതി പ്രവർത്തനം പ്രതിസന്ധി. 6 പഞ്ചായത്തുകളിലേക്ക് വെള്ളം എത്തിക്കാനാകുന്ന 255 കോടി രൂപയുടെ കിഫ്ബി വഴിയുള്ള പദ്ധതി പ്രവർത്തനമാണ് നിലച്ചത്. ഇതോടെ 87% പ്രവൃത്തി പൂർത്തിയാക്കി മാർച്ചിൽ കമ്മീഷൻ ചെയ്യാനിരുന്ന പദ്ധതി ഈ വേനലിലും ജനങ്ങൾക്ക് പ്രയോജനപ്പെടാതാകും. പോത്തുണ്ടി ഡാമിന്റെ മുൻവശത്ത് 17.58 കോടി രൂപ മുടക്കി ദിവസം 26 ദശലക്ഷം ലിറ്റർ ജലം ശുദ്ധീകരിക്കാൻ ശേഷിയുള്ള പ്ലാന്റിന്റെ നിർമ്മാണം പൂർത്തിയായി. നിലവിൽ വിതരണം നടത്തിവരുന്ന നെന്മാറ, അയിലൂർ, മേലാർക്കോട് എന്നിവയ്ക്ക് പുറമെ പല്ലശ്ശന, എലവഞ്ചേരി, ആലത്തൂർ, പുതുക്കോട്, കാവശ്ശേരി, എരിമയൂർ പഞ്ചായത്തുകളിൽ കൂടി ശുദ്ധജലം എത്തിക്കാനാണ് ലക്ഷ്യമിടുന്നത്. എലവഞ്ചേരി പഞ്ചായത്തിൽ പൈപ്പുകൾ സ്ഥാപിക്കേണ്ട ജോലിയാണ് 1 മാസമായി തടസ്സപ്പെട്ടിരിക്കുന്നത്. 1 കിലോമീറ്റർ വരുന്ന ഭാഗത്തുകൂടി ചാലെടുത്ത് പൈപ്പിട്ടാൽ പ്രശ്നം തീരും. എന്നാൽ പൈപ്പിട്ട സ്ഥലത്ത് ചാൽ മൂടി മെറ്റൽ വിരിച്ചെങ്കിലും ടാറിംഗ് പൂർത്തിയാക്കാതെ ബാക്കി സ്ഥലത്ത് ചാലെടുക്കാൻ അനുവദിക്കില്ലെന്ന് പൊതുമരാമത്ത് വകുപ്പ് ശഠിക്കുന്നതായി ജല അതോറിറ്റി ചിറ്റൂർ സർക്കിൾ ER സതീഷ് പറഞ്ഞു. ടാറിംഗ് ചെയ്യേണ്ട കരാറുകാരൻ ചില ബില്ലുകൾ മാറിക്കിട്ടാതെ തുടരാനാകില്ലെന്ന നിലപാടിലാണ്. മുൻപും പല കാരണം പറഞ്ഞ് 2 തവണ തടസ്സപ്പെടുത്തിയെങ്കിലും പിന്നീട് പരിഹരിച്ചിരുന്നു. എലവഞ്ചേരിയിൽ മാത്രം 2035 ജൽജീവൻ മിഷൻ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ ടാങ്കിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരുന്നു. ഡാം വെള്ളം പരീക്ഷണാർത്ഥം എലവഞ്ചേരി, കുമ്പളക്കോട് ഭാഗത്തെത്തിച്ച് വിതരണം നടത്തിയിരുന്നു. നടുപ്പാടം ഭാഗത്തുകൂടി പൈപ്പിടാൻ കഴിഞ്ഞാൽ ഇത്രയും കുടുംബങ്ങൾക്ക് കൂടി ശുദ്ധജലം നൽകാനാവും.
ഇക്കാര്യം കലക്ടറുടെ ശ്രദ്ധയിലും പെടുത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന വിവിധ വകുപ്പുകളുടെ ചർച്ചയിൽ ഇക്കാര്യം ഉന്നയിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ചാലെടുത്ത ഭാഗം ടാറിംഗ് ചെയ്ത ശേഷം മാത്രം അടുത്ത ഭാഗത്ത് ചാലെടുത്താൽ മതിയെന്ന നിലപാടിൽ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ ഉറച്ചു നിൽക്കുന്നത് പ്രതിസന്ധി ഉണ്ടാക്കുന്നതായും ശുദ്ധജല വിതരണ പദ്ധതിയുടെ ചുമതലയുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ പറഞ്ഞു. ആലത്തൂർ പഞ്ചായത്തിൽ ടാങ്കിൽ അവശേഷിക്കുന്ന മിനുക്കുപണി ചെയ്തു വരികയാണ്. കാവശ്ശേരി പഞ്ചായത്തിൽ ജോലികൾ ഏതാണ്ട് പൂർത്തിയാക്കാറായിട്ടുണ്ട്. എരിമയൂരിൽ കുറച്ച് പഞ്ചായത്ത് റോഡുകളിൽ പണി നടത്താനുമുണ്ട്. ഇതിനു കഴിഞ്ഞ ദിവസം ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. പല്ലശ്ശന, എരിമയൂർ പഞ്ചായത്തുകളിലേക്കായി പല്ലശ്ശന പല്ലാവൂരിനടുത്തുള്ള കുന്നിൻമുകളിൽ 33 ലക്ഷം മീറ്റർ സംഭരണ ശേഷിയുള്ള ടാങ്ക് നിർമ്മാണം പൂർത്തിയാക്കി. അടുത്തയാഴ്ച ഈ ടാങ്കിലേക്ക് വെള്ളം എത്തിക്കും. എലവഞ്ചേരി, വെങ്കായപ്പാറയിൽ 10 ലക്ഷം ലിറ്റർ ശേഷിയിലും ആലത്തൂർ, കാവശ്ശേരി, പുതുക്കോട് പഞ്ചായത്തുകളിലേക്കായി വെങ്ങന്നൂർ, നെരങ്ങാമ്പാറയിൽ 40 ലക്ഷം ലിറ്റർ സംഭരണ ശേഷിയിലും ടാങ്ക് നിർമ്മാണം പൂർത്തിയാക്കി. ഈ ടാങ്കുകളിലേക്കും വെള്ളം എത്തിക്കാനുള്ള നടപടി ഉടൻ പൂർത്തിയാക്കും. വകുപ്പുകൾ തമ്മിൽ ഒരു ധാരണയിലെത്തി പദ്ധതിയിൽ ശേഷിക്കുന്ന ജോലി കൂടി ഉടൻ പൂർത്തിയാക്കണമെന്നും ആവശ്യം ശക്തമാണ്. ഈ വേനലിലും ശുദ്ധജലക്ഷാമം പരിഹരിക്കപ്പെടുമെന്നുള്ള പ്രതീക്ഷ ഇല്ലാതായാൽ ജനങ്ങളുടെ ദുരിതം തുടർക്കഥയാകും. ഇനി അല്പം ആരോഗ്യം. ഹൃദയസ്തംഭനം മൂലം മരണപ്പെടുന്ന യുവാക്കളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. നോക്കാം. അതിൽ തന്നെ 40 വയസ്സിന് താഴെയുള്ളവരിൽ അറ്റാക്ക് മുൻപത്തേതിനേക്കാൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നു. 50 വയസ്സിന് താഴെ പ്രായമുള്ളവരിൽ ഹൃദയാഘാതം ഉണ്ടാകുന്നവരിൽ 20% പേരും 40 വയസ്സിന് താഴെയുള്ളവരാണ്. ജീവിതശൈലി ഉൾപ്പെടെയുള്ള കാരണങ്ങൾ കൊണ്ട് പുതിയ യുവാക്കളുടെ ഹൃദയത്തിന് മുൻ തലമുറയേക്കാൾ ആരോഗ്യം കുറവാണെന്നാണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത്. 40 വയസ്സിന് താഴെയുള്ളവരിലെ ഹൃദയാഘാത സാധ്യത പ്രതിവർഷം 2% വീതം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഹാർവർഡ് മെഡിക്കൽ സ്കൂൾ നടത്തിയ ഗവേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. തെറ്റായ ഭക്ഷണശീലം കൊണ്ടും വ്യായാമക്കുറവ് കൊണ്ടും ഉണ്ടാകുന്ന പ്രമേഹം ഹൃദയത്തിന്റെ സുഗമമായ പ്രവർത്തനത്തിന് തടസ്സമാകുന്ന പ്രധാന കാരണമാണ്. ഹൃദയാഘാതം സംഭവിക്കുന്ന ചെറുപ്പക്കാരിൽ 20% പേരും പ്രമേഹ രോഗികളാണെന്ന് ബോസ്റ്റണിലെ ഹാർവർഡ് മെഡിക്കൽ സ്കൂളിലെ ഗവേഷകർ നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. കൃത്യമായ സമയത്ത് രക്തപരിശോധന നടത്താത്തതിനാൽ ഇക്കൂട്ടത്തിൽ പലരും ഹൃദയാഘാതം വന്ന് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുമ്പോൾ മാത്രമാണ് തങ്ങൾക്ക് പ്രമേഹമുണ്ടെന്ന് തിരിച്ചറിയുന്നതെന്നും പഠനങ്ങളിൽ പറയുന്നു. ഹൃദയാഘാതത്തിന് മറ്റൊരു കാരണം ഹൃദയത്തെ ക്ഷീണിപ്പിക്കുന്ന അമിതവണ്ണമാണ്. അമിതവണ്ണം ഉള്ളവരിൽ കൊളസ്ട്രോൾ നില കൂടുതലാകാനും രക്തസമ്മർദ്ദം ഉയർന്ന നിലയിലാകാനുമുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. ഇത് ഹൃദയത്തിന്റെ ജോലിഭാരം കൂട്ടുന്നതിനാൽ ശരീരത്തിലേക്കുള്ള കൃത്യമായ രക്തയോട്ടത്തെ ബാധിക്കുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിക്ടോറിയ കോളേജിന് കിഫ്ബിയുടെ 15.79 കോടിയുടെ അക്കാദമിക് സമുച്ചയം 7-ന് വിദ്യാഭ്യാസ മന്ത്രി നാടിന് സമർപ്പിക്കും. ശമ്പളവും പെൻഷനും തടസ്സപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാർ നിലപാടുകൾക്കെതിരെ പ്രതിഷേധം ശക്തമാക്കി ജീവനക്കാരുടെ കരിദിനം. റേഷൻ കടകളുടെ സമയം പുനഃക്രമീകരിച്ചു. പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കഞ്ചാവ് പിടികൂടി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.